Hi friends, welcome to our channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കോട് സ്റ്റൈലിലുള്ള നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യം ഗ്രാമ്പു, പട്ട, ചെറിയ ജീരകം, വലിയ ജീരകം, ഏലക്ക, ലെമൺ ജ്യൂസ്, റൈസ് 4 കപ്സ്, വാട്ടർ 6 കപ്സ്, ഒനിയൻ 1, ടൊമാറ്റോ 1. ബീഫിൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ചില്ലി, ജിഞ്ചർ, ഗാർലിക്, ഒനിയൻ, ടൊമാറ്റോ, തൈര്, coriander പൗഡർ, turmeric പൗഡർ, ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, ഗരം മസാല, പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് കാഷ്യൂവും റൈസിൻസും ഒരു ഒനിയനും. ആദ്യം നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയെടുക്കാം. സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ പേസ്റ്റ് ആക്കിയെടുക്കുന്നത്. ഇനി ഒരു കുക്കറിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ടൊമാറ്റോവും ഒനിയനും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാം. അത് കഴിഞ്ഞ് നമ്മൾ എടുത്തു വെച്ച തൈരും ഉപ്പും കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും ചേർത്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ബീഫ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴയ്ക്കാം. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് ഗ്യാസിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം. ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കുക. ബീഫ് വേവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു പാൻ എടുക്കുക. അതിലേക്ക് ഡാൽഡ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വെളിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രാമ്പു, പട്ട, ചെറിയ ജീരകം, വലിയ ജീരകവും ഏലക്കയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കാം. അരി ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്യണം. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീരും ആവശ്യത്തിനുള്ള ഉപ്പും 1 തക്കാളി ചെറുതായിട്ട് മുറിച്ചതും ചേർത്ത് കൊടുക്കാം. റൈസ് കുക്കാവുന്നത് വരെ നമുക്കിത് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ റൈസും ബീഫും കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്യാനായിട്ടുള്ള ഒനിയനും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കാം. നെയ്യിലാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാം. അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ബീഫിൻ്റെ മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുക്ക് ചെയ്ത റൈസും ഇട്ട് കൊടുക്കാം. റൈസ് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം അതിന് മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ഒനിയനും റൈസിൻസും കാഷ്യൂവും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് നെയ്യും കൂടെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ദം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇത് കവർ ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് ഫ്ലെയിമിലല്ല വെക്കുന്നത്. ഒരു നോൺ സ്റ്റിക്ക് പാനിൻ്റെ മേലെയാണ് നമ്മളിത് വെക്കുന്നത്. ആദ്യം ഒരു 10 മിനിറ്റ്സ് നമ്മൾ ഹൈ ഹീറ്റിൽ കുക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ്സ് നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്തൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ റൈസും ബീഫും സെപ്പറേറ്റ് ആയിട്ട് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും മിക്സ് ചെയ്തിട്ടും സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കോഴിക്കോടൻ സ്റ്റൈലിലുള്ള ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റഹ്മത്ത് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ബിരിയാണിയാണിത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.